എല്ലാം കൊണ്ടും വളരെയേറെ ഡെവലപ്മെൻ്റുള്ള കൊല്ലത്തെ ഒരു മേജർ ഹബ്ബാണ് കൊട്ടിയം. കൊല്ലം കൊട്ടിയത്തിന് സമീപം കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായിട്ട് കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 700 മീറ്റർ മാറി നമുക്കൊരു കുറച്ച് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 32 സെൻറ്റ് വരുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് 5 സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറി വലത്തോട്ട് കാണുന്ന ഈ വഴി നമ്മുടെ ആ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാം. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ സെൻറ്റ് പോൾസ് ചർച്ചിനൊക്കെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അകത്തേക്ക് നമുക്ക് ഏകദേശം 700 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇപ്പോൾ കൊട്ടിയത്ത് ഭയങ്കരമായിട്ടുള്ള വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് ഹോസ്പിറ്റൽ നോക്കിയാലും സ്കൂൾസ് നോക്കിയാലും കോളേജ് നോക്കിയാലും എല്ലാം നമുക്ക് ഇതിന് ചുറ്റിപ്പറ്റി കാണാൻ സാധിക്കും. നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് കൊല്ലം ബൈപ്പാസിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടെ തന്നെ ഒത്തിരിയധികം ഹോസ്പിറ്റൽസ് ഉണ്ട്. മെഡിസിറ്റി, മെഡിട്രീന ഇങ്ങനെയുള്ള ഒത്തിരിയധികം ഹോസ്പിറ്റൽസ് ഉണ്ട്. ഹോളി ക്രോസ് എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലെല്ലാം നമുക്ക് കൊട്ടിയം ബേസ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഒത്തിരിയധികം സ്കൂൾസ് ഉണ്ട്. എല്ലാം കൊണ്ടും വളരെയേറെ ഡെവലപ്മെൻ്റുള്ള കൊല്ലത്തെ ഒരു മേജർ ഹബ്ബാണ് കൊട്ടിയം. ഈ കൊട്ടിയത്തിന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. വളരെ ചീപ്പ് പ്രൈസിന് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് കൊട്ടിയം ജംഗ്ഷനിലേക്കൊക്കെ ഒരു 3 മിനിറ്റ് ഡ്രൈവിലൂടെ കൊട്ടിയം ജംഗ്ഷനിലേക്ക് എത്താം. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ലുലു മാളിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ നമ്മുടെ ഈ കൊട്ടിയത്തുണ്ട് കേട്ടോ. ആ രീതിയിൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ടൗൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കുക. കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറി നമുക്കിത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ടോട്ടലായിട്ട് 32 സെൻറ്റ് ഉണ്ട്. നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. ലോറി സൈറ്റാണ്. ഈ രീതിയിലാണ് നമുക്ക് മുൻവശത്ത് നമുക്ക് വഴി വരുന്നത്. ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഇത് ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് പ്ലോട്ടിൻ്റെ കിടപ്പ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങനെ വാങ്ങാം. ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ. മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങാനും സാധിക്കും. ഈ രീതിയിൽ ഇവിടെ ഒരു പണം ഉണ്ടോ, ഈ ഒരു അതിൽ ഇങ്ങനെ പോയി വീണ്ടും ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ഇൻവെസ്റ്റേക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളത്. ഇനി പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വഴിയിട്ടതിന് ശേഷം ആ രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വിലയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. ആ കാര്യം നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. നല്ല ലെവൽ പ്ലോട്ടാണ്. ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചുറ്റുവട്ടത്തെല്ലാം വീടുകളൊക്കെയാണ് കേട്ടോ. എല്ലായിടത്തും ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. നല്ല വലിയ 2-3 പ്ലാവൊക്കെ നിൽപ്പുണ്ടേ. തടിക്കാണെങ്കിലും പറ്റും. വലിയ മരമാണ്. ഈ വാഴ നിൽക്കുന്നവരേക്കും നമുക്കിങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ടോട്ടലായിട്ട് 32 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഇതിനകത്തൊരു 5 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ മേളിലേക്ക് വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. അതായത് ഈ 32 സെൻറ്റ് നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ മാറ്റം ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. കാരണം വഴി നമ്മൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ച് സ്ഥലം ലോസ് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഭാഗത്തായിട്ട് വലിയൊരു വീട് വെച്ചതിന് ശേഷം ഈ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് വീടിൻ്റെ ഗാർഡനിങ്ങോ എന്തെങ്കിലും കൃഷി ആവശ്യത്തിനോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുവളപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ലെവലായിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.